വായുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓരോ നിമിഷവും ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ് ഈ പ്രപഞ്ചത്തിൽ പോലും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ക്രമീകരണം. ഈ ക്രമീകരണങ്ങളെ തിരിച്ചറിഞ്ഞ് ഇതിന്റെ സൃഷ്ടാവും ഇതിന്റെ നിയന്ത്രതാവുമായ തമ്പുരാനെ, സ്വർഗത്തിന്റെ നാഥനെ, ഭൂമിയുടെ നാഥനെ, എന്റെ ജീവിതത്തിന്റെ നാഥനെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഈ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ അതിന് കുറെയെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. പരിശുദ്ധ അമ്മയും വിശുദ്ധരെല്ലാം നമ്മളെ സഹായിക്കട്ടെ. കൊച്ചു പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ആവർത്തിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവായ ദൈവമേ, വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. തിരുരക്തത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധാത്മാഭിഷേകം നൽകണമേ. പിതാവായ ദൈവമേ, പ്രിയപുത്രനായ യേശുക്രിസ്തു വഴിയായി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ചേർന്ന സ്തുതിക്കുന്നു. നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ശാകരമായ സഹനങ്ങളുടെ യോഗ്യതയാൽ നമുക്ക് പാപമോചനവും രക്ഷയും നൽകണമേ. പാപത്തിൽ നിന്നോ ശാപത്തിൽ നിന്നോ ത്തിന്റെ ബന്ധനത്തിൽ നിന്നോ സ്വതന്ത്രരാക്കണമേ. വിശുദ്ധാത്മ അഭിഷേകം നൽകി ഉയർത്തണമേ. മക്കളുടെ എല്ലാ അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കിടയാകട്ടെ. ഒരു വചനഭാഗം കേൾക്കാം. ബൈബിളുള്ളവർക്ക് തുറക്കാം. പഴയ നിയമ പുസ്തകം, പ്രഭാഷകന്റെ പുസ്തകം, 33-ാമത്തെ അധ്യായം 16 മുതലുള്ള തിരുവചനം. പ്രഭാഷകൻ 33:16 മുതലുള്ള തിരുവചനം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. നമ്മൾ ഇന്ന് ഈ വചനഭാഗം ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ശാന്തമായിട്ട് ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, അത് തുറന്നു വെക്കുക. ഇവിടെ പറഞ്ഞ വചനം ഒന്നുകൂടി നമുക്ക് ആരെങ്കിലും ഒന്ന് വായിക്കുക. ഓരോ വചനങ്ങൾ വായിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 33-16 വാക്യം മുതല്. മറന്നു പോകരുത്. വീട്ടിൽ ചെന്നിട്ട് വായിച്ചു നോക്കണം. സമയമെടുത്ത് അതിനെക്കുറിച്ച് ധ്യാനിക്കണം. വലിയൊരു ആത്മീയ സത്യം അവിടെ ഉണ്ട്. വായിക്കാം. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മതി, പിന്നെ ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. വചനം പറയുകയാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഉറങ്ങുകയായിരുന്നു.
നമ്മള് പലരും, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ പലരും ഉറക്കത്തിലാണ്. ഇതൊരു സാധാരണ ഉറക്കമല്ല. 33 വർഷക്കാലം ഉറങ്ങുകയായിരുന്നു ആഗസ്തീനോസ് എന്ന മനുഷ്യൻ. 33-ാമത്തെ വയസ്സിലാണ് അവന് വചനം എടുത്ത് വായിക്കാനായിട്ട് ആത്മീയ പ്രേരണ കിട്ടുന്നതും, തുറന്നു വായിക്കുന്നതും, ജീവിതം വചനം വെച്ച് പരിശോധിക്കുന്നതും, പിന്നീട് കർത്താവിന് വേണ്ടി സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, വില കൊടുക്കുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് മാറുന്നു. വലിയൊരു വിശുദ്ധനെ നമുക്ക് ലഭിക്കുന്നു. AD 36-ലാണ് സാവൂൾ ഉണർന്നത്, 24-ാമത്തെ വയസ്സിൽ. നിങ്ങളും ഞാനും, നമ്മൾ പലരും ഉണർന്നോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു ഇതൊരു സാധാരണ ഉറക്കമല്ല. മനുഷ്യൻ ദൈവചിന്തയില്ലാതെ കഴിയുന്ന ജീവിത സാഹചര്യത്തെ കുറിച്ച്, ജീവിത അവസ്ഥയെ കുറിച്ചുള്ള പരാമർശമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സത്യദൈവത്തെ അറിയാതെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തെ കുറിച്ച് പറയുന്ന പേരാണ് ഈ ഉറക്കം. ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അദ്ദേഹം എന്റെ പിതാവാണെന്നും ഒരു തിരിച്ചറിവില്ലാതെ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കല്ലോ മുട്ടിക്കഷ്ണമോ ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് അതിനെയൊക്കെ ദൈവമായിട്ട് ആരാധിച്ചുകൊണ്ട് അറിയാത്തതിനെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം, അല്ലെങ്കിൽ ഈ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്തിക്രിസ്തുവിന്റെ സ്പിരിറ്റിനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ താമസിക്കുന്നവര്. ഒരു ഗോത്ര ദൈവത്തെ, ഖുറൈശികളുടെ ദൈവത്തെ, ലാത്ത, ഉലാത്ത, മനാത്ത എന്ന് പറയുന്ന 3 പെൺമക്കളുടെ പിതാവായ അള്ളാഹുവിനെ, ഒരു ഗോത്ര ദൈവത്തെ ദൈവമായിട്ട് ആരാധിച്ചു പോരുന്ന ഒരു ജനവിഭാഗത്തിന്റെ മധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എല്ലാവരും ഉറക്കത്തിലാണ്. എല്ലാവരും ഉറക്കത്തിലാണ്. നിങ്ങൾ ഒരു വിഷയം കേട്ടിട്ടുണ്ടാവാം, പല മനുഷ്യരും നമ്മൾ ഈ ഡിവൈനിലും കോട്ടയിലും അല്ലെങ്കിൽ മറ്റു പല സ്ഥലത്തും ഒക്കെ, പ്രത്യേകിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഡിവൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുറേയേറെ വ്യക്തികൾ സാക്ഷ്യം പറയുന്നവരുണ്ടായിരുന്നു. അവരെന്ത് സാക്ഷിയാണ് പറഞ്ഞത്? അവർ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അനുഭവമാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. അല്ലേ? നിങ്ങളെന്താ മിണ്ടാത്തത്? അല്ലേ? നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? അതോ ഇപ്പോഴും ഉറക്കത്തിലാണോ? അത് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് അല്പസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തില് ഇതിലേക്ക് നമ്മൾ തിരിച്ചു വരും. 4-ാമത്തെ അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങള് ഈശോ തന്റെ ദൗത്യത്തെ കുറിച്ച് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനം ആദ്യം കിട്ടിയാൽ ഉറക്കം നിർത്തി വായിക്കുക. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വളരെ പരിചിതമായ വചനഭാഗം. ഈശോ തന്റെ ദൗത്യത്തെ കുറിച്ചുള്ള വചനം, അല്ലെങ്കിൽ ഈശോയെ കുറിച്ചുണ്ടായിരുന്ന യേശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യേശുക്രിസ്തുവിന് ഏകദേശം 720 വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിന് 720ഓളം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് വായിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എന്തായിരുന്നു ആ തിരുവെഴുത്ത്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. സുവിശേഷം അറിയിക്കാനായിട്ട് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് പുസ്തകം മടക്കി വെച്ചിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ കേട്ടിരിക്കാൻ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. പ്രധാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഒന്ന്, കർത്താവിന്റെ ആത്മാവ് തന്റെ മേലുണ്ടെന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നു. തന്റെ മേൽ ഉണ്ട്, ഉള്ളിലുണ്ടെന്നല്ല, തന്റെ മേൽ ഉണ്ട്. അത് ജോർദാനിൽ സ്നാനമേറ്റപ്പോൾ സംഭവിച്ച ഒരു അനുഭവമാണ് ഈശോയ്ക്ക്. നമുക്കുണ്ട് കർത്താവിന്റെ ആത്മാവ്, മേൽ അല്ല എന്ന് മാത്രം. എവിടെയാ ഉള്ളത്?
നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിൽ കിടന്നിട്ട് കാര്യമൊന്നുമില്ല. മാമോദിസായിൽ നമുക്ക് മാമോദിസ വഴിയായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് ഉള്ളിൽ കിട്ടിയതാണ്. ഉള്ളിൽ കിട്ടുന്ന പരിശുദ്ധാത്മാവ് ശക്തിയില്ല. എന്നാൽ ഈശോ പഠിപ്പിച്ചു ലൂക്ക 1:18 കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എവിടെ വരണം? ഉള്ളിൽ കിടന്നാ പോരാ, പിന്നെ എവിടെ വരണം? മേൽ വരണം. മേൽ വരുമ്പോ നിങ്ങൾ എവിടെയായി? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാവും. അപ്പോഴാണ് ശക്തീകരണം നടന്നത്. പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും 10 ദിവസം തുടർച്ചയായിട്ട് കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അടുപ്പിലെ തീ കത്തി തീനാളങ്ങൾ അടുപ്പിന്റെ മുകളിൽ വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ തലയ്ക്ക് മേലെ തീനാളങ്ങളായിട്ട് വന്നു. അവർ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലായി. അപ്പോഴവർക്ക് ശക്തി പ്രാപിക്കാൻ സാധിച്ചു. അപ്പോഴാണ് അവർ ശക്തി പ്രാപിച്ചത്. അപ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ ഉണ്ടായത്. പിന്നീടുള്ള അവരുടെ ജീവിതം കർത്താവിന് സ്വീകാര്യമായ ജീവിതമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈശോ പറയുകയാണ് തന്റെ ദൗത്യത്തെ കുറിച്ച്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. രണ്ടാമത് ഈശോ പറഞ്ഞു, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് കിട്ടിയ അഭിഷേകം, അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അഭിഷേകം, വിശുദ്ധർക്ക് കിട്ടിയ അഭിഷേകം, ഇന്ന് സഭയ്ക്ക്, സഭാ ശുശ്രൂഷകർക്ക് കിട്ടുന്ന അഭിഷേകം എന്തിനു വേണ്ടിയാണ്? അതിനെ പഠിപ്പിക്കുകയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. ആരാണ് ദരിദ്രൻ? ഇബ്രു ഭാഷയില് പൂത്തേക്കോസ് എന്ന് പറയും. പൂത്തേക്കോസ് ആ വാക്കൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഞാൻ പറഞ്ഞെന്ന് മാത്രം. നിവർന്നു നിൽക്കാൻ കഴിവില്ലാത്തവൻ, കൂനിപ്പോയവൻ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഭാരം മൂലം കൂനിപ്പോയവൻ, പാപം മൂലം നിവരാൻ പറ്റാത്ത രീതിയിൽ അടിമത്തത്തിൽ, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപത്തിന്റെ അടിമ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൃപ നഷ്ടപ്പെട്ടു പോയവൻ, വരപ്രസാദം നഷ്ടപ്പെട്ടു പോയവൻ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയവൻ, കൃപയില്ലാത്തവൻ. കൃപയില്ലാത്തവൻ, ആത്മാവിൽ കൃപയില്ലാത്തതാണ് ദാരിദ്ര്യം. മത്തായി സുവിശേഷം 5:1 പറയും, ആത്മാവിൽ ദരിദ്രരേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആത്മാവിൽ ആയിരിക്കുന്നു എന്നതല്ല ഭാഗ്യവാനായിട്ട് മാറുന്നത്. ഭാഗ്യവാനായി ഒരു വ്യക്തിയെ മാറ്റുന്നത് ആത്മാവിന്റെ ദാരിദ്ര്യം തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നതാണ് ഒരു വ്യക്തിയെ ഭാഗ്യവാനായിട്ട് മാറ്റുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം, അല്ല നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകും. ഒരു വ്യക്തി ആത്മാവിൽ ദരിദ്രനാണ് എന്നതല്ല ആ വ്യക്തിയെ ഭാഗ്യവാനാക്കുന്നത്. ഇങ്ങനെ ഒരു ദാരിദ്ര്യം എനിക്ക് ഉണ്ട് എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് കിട്ടുന്നു. 33 വർഷം ആ തിരിച്ചറിവ് അഗസ്റ്റിന് ഇല്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഫ്രാൻസിസ് അസീസി അല്ലെങ്കിൽ ഫ്രാൻസിസ് സേവിയർ, ഇവർക്കൊന്നും ഒരു കാലഘട്ടത്തിൽ ആ തിരിച്ചറിവില്ലായിരുന്നു. പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന, വലിയ പ്രൊഫസറും വലിയ ഉന്നത സ്ഥാനമാനവും ഒക്കെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് സേവിയറിന് ഇഗ്നേഷ്യസ് ലോയോളയിലൂടെ, പട്ടാളക്കാരനാണ്, യുദ്ധത്തിൽ ഒരു കാലൊക്കെ നഷ്ടപ്പെട്ട ഒറ്റക്കാലനായ പട്ടാളക്കാരൻ. ആ പട്ടാളക്കാരൻ ഇങ്ങനെ കൂടെ ഈ മനുഷ്യൻ കോളേജ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചോദിക്കും, ഫ്രാൻസിസെ, നീ ലോകം മുഴുവൻ നേടിയിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി, എന്ത് പ്രയോജനം? അങ്ങനെ അവന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഈ സംഭാഷണം ഇടയാക്കുകയാണ്. ആ വചനം അവനെ സ്പർശിക്കുകയാണ്. അല്ലെങ്കിൽ സെന്റ് അഗസ്റ്റിൻ ആണെന്നുണ്ടെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എടുത്ത് വായിക്കുമ്പോൾ ഇതാ രാത്രി വരുന്നു, പകൽ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ അവസാനിപ്പിക്കേണ്ട സമയമായി, ഇനി വെളിച്ചത്തിന്റെ മക്കളെന്ന നിലയിൽ നിലപാടുകളുള്ളവരായിട്ട് മാറണം. വെളിച്ചം ദൈവമാണ്. 1 യോഹന്നാൻ 1:6 ദൈവമാണ് വെളിച്ചം. അപ്പൊ ആ വെളിച്ചത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന നിലപാടുകളുള്ളവനായിട്ട് മാറണം. ഈ വചനം അഗസ്റ്റിനെ സ്പർശിക്കുമ്പോൾ അവനവന്റെ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കുന്നു. അഗസ്റ്റിൻ കരയാൻ തുടങ്ങുകയാണ്. അഗസ്റ്റിന്റെ ആത്മകഥ, കൺഫെഷൻ, അഗസ്റ്റിന്റെ കുമ്പസാരം,
നിങ്ങൾ ചിലരെങ്കിലൊക്കെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. നല്ലൊരു പുസ്തകമാണ്, മനോഹരമായ ഒരു പുസ്തകമാണ് അഗസ്റ്റിന്റെ ആത്മകഥ. ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് UK പോയപ്പോഴ്, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ UK സമയത്ത് ഓക്സ്ഫോർഡിൽ പോകാനിടയായി. ഓക്സ്ഫോർഡിൽ ചെന്നപ്പോഴ് ഞാനിങ്ങനെ നെറ്റിൽ നോക്കി അവിടെയുള്ള വിശുദ്ധരെ കുറിച്ച്, ആ നാട്ടിലുണ്ടായിരുന്ന വിശുദ്ധരെ കുറിച്ച് ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴ് വലിയൊരു വിശുദ്ധനെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു. അത് മറ്റാരുമല്ല, വിശുദ്ധ കാർഡിനൽ ന്യൂമാനാണ്. നിങ്ങളൊരു പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടുള്ളവരാണ്. നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ, ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ, അന്ധകാര പൂർണമായ രാത്രിയാണുപോൾ, നിൻഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ. പണ്ടുകാലത്ത് കരിസ്മാറ്റിക് കൂട്ടായ്മയിലൊക്കെ പാടുമായിരുന്ന പാട്ടാണ്, ആദ്യകാലഘട്ടം. നല്ല മനോഹരമായ പാട്ടാണ്. 100 കണക്കിന് ആത്മീയ ഗ്രന്ഥങ്ങളിൽ രചിച്ച വലിയൊരു വിശുദ്ധനാണ് കാർഡിനൽ ന്യൂമാൻ. അദ്ദേഹത്തിന്റെ ആശ്രമം, അദ്ദേഹം താമസിച്ചിരുന്നത് ഓക്സ്ഫോർഡിലാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് ബർമിംഗ്ഹാമിലാണ്. ഈ 2 സ്ഥലത്തും പോകാനും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകളൊക്കെ കാണാനും, അദ്ദേഹം കർദിനാളായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം കാണാനും, അവിടെ പോയിരുന്ന മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസം ഞാൻ അതിനുവേണ്ടി തന്നെ ആദ്യം ഒരു ദിവസം കാണാൻ പോയി, പിന്നെ അവിടെ പോയിരുന്ന ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെ പോയി. മനോഹരമായ ശാന്തമായ സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ചാപ്പലാണ് ചേർന്നുണ്ട്. അതിനോട് ചേർന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ആ ആശ്രമത്തിൽ, അദ്ദേഹം ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് പ്രത്യേകമായ രീതിയിൽ, ഏകദേശം ഈ മുറിയേക്കാൾ ഒരു അല്പവും കൂടി വലിപ്പമുണ്ട്, ആ മുറിയില് പ്രത്യേകമായ രീതിയിൽ ഒരു സ്ഥലം അലങ്കരിച്ച് പ്രത്യേക രീതിയിൽ പണിയിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത? അദ്ദേഹം ഒരു കാലത്ത് പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. അദ്ദേഹം കത്തോലിക്കനായിരുന്നില്ല. അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വന്നു. മറ്റേ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ തിരിച്ചറിഞ്ഞ് പ്രൊട്ടസ്റ്റന്റ് സഭയിലായിരുന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന് കത്തോലിക്ക സഭയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അങ്ങനെ തന്റെ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ തിരിച്ചറിഞ്ഞ് നീണ്ട 12 മണിക്കൂർ സമയം മുട്ടുമേൽ നിന്ന് അദ്ദേഹം കുമ്പസാരിച്ചു. അതാണ് ആ വിശുദ്ധന്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട ഏറ്റവും എടുത്ത് പറയാവുന്ന കാര്യം. അദ്ദേഹത്തെ കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നതും അദ്ദേഹത്തിന്റെ തന്നെ സാക്ഷ്യവും, എന്തിനാണ് അങ്ങ് പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് വന്നത്? ഫോർ മൈ കൺഫെഷൻ, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് എന്റെ പാപങ്ങൾ ഏറ്റു പറയണം, എനിക്ക് എന്റെ ആത്മാവിലേക്ക് കൃപ സ്വീകരിക്കണം. അതിന് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് വന്നു. സഭ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം വൈദികനായി, മെത്രാനായി, കർദിനാളായി, സഭയിലെ വേദപാരകന്മാരുടെ പട്ടികയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. വൈകിയാണ് ഞാൻ ഉണർന്നത്. അപ്പൊ ഒരു വ്യക്തി തന്റെ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ തിരിച്ചറിഞ്ഞ്, ആ തിരിച്ചറിവാണ് ഭാഗ്യമായിട്ട് മാറുന്നത്. ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ട് എന്നുള്ളതല്ല ഭാഗ്യം, അത് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഭാഗ്യം. തിരിച്ചറിയുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിന്റെ 2-ാം വചനത്തിലേക്ക് അല്ലെങ്കിൽ 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും, കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തിനാണ് കരയുന്നത്? എനിക്ക് കൃപ നഷ്ടപ്പെട്ടു പോയല്ലോ, കൃപയില്ലല്ലോ എന്ന തിരിച്ചറിവിൽ കൃപ തരാൻ കഴിവുള്ളവനെ നോക്കി കരയുന്നതിന് പറയുന്ന പേരാണ് അനുതാപം. കൃപയില്ലാത്ത വ്യക്തിയാണ് ഞാനെന്ന തിരിച്ചറിവുണ്ടായി കൃപ തരാൻ കഴിവുള്ളവനെ നോക്കി കരയുന്നതിന് പേരാണ് അനുതാപം. അതാണ് കാർഡിനൽ ന്യൂമാൻ ചെയ്തത്, അതാണ് സെന്റ് അഗസ്റ്റിൻ ചെയ്തത്, അതാണ് ഫ്രാൻസിസ് സേവ്യർ ചെയ്തത്, അതാണ് ഫ്രാൻസിസ് അസീസി ചെയ്തത്, അതാണ് ഇന്ന് നീ ഞാനും ചെയ്യേണ്ടത്. ഉണർവിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ഇതാണ്. ഉണരുക എന്ന് പറയുമ്പോൾ ആദ്യപടി ഇതാണ്. തന്റെ ആത്മീയ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് സമ്പന്നനായവനെ നോക്കി അവന്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുന്നു. അവന്റെ നേരെ നോക്കി കരഞ്ഞ് അവനോട് പ്രാർത്ഥിച്ച് അത് സമ്പാദിക്കുന്നു. അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നു. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപ സ്വീകരിച്ച് വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും കണ്ണു തുറന്നിരുന്നാ മതി. ഒരുപാട് ആത്മീയ ധ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ചിലപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതായിപ്പോ. ഒത്തിരി ഗാഠമായിട്ടുള്ള ധ്യാനത്തിലേക്ക് പോകണ്ട. എവത്തിക്കോസിന്റെ പ്രേതം ഇതിൽ വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. എവത്തിക്കോസിന്റെ പ്രേതം അതാരാന്നറിയാമോ? പൗലോസ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ പാതിരാത്രിക്ക് ഉറങ്ങിപ്പോയി താഴേക്ക് ഉരുണ്ട് വീണ്, രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് ഉരുണ്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ച ഒരു മനുഷ്യനാണ് എവത്തിക്കോസ്. അതാ ഞാൻ പറഞ്ഞ ചിലപ്പോ അങ്ങേരുടെ പ്രേതം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അത് സാധാരണ ഈ വചനപ്രഘോഷണം നടക്കുന്നിടത്തൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ്. മനസ്സിലായോ? മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒത്തിരി ആത്മീയ നിദ്രയിലേക്കൊന്നും പോകണ്ട, കണ്ണൊക്കെ തുറന്നു പിടിച്ചാൽ മതി. വലിയൊരു വിരൂപമല്ലാത്ത മുഖമാണ് എന്റെ മുഖമെന്ന് എനിക്ക് തോന്നുന്നു. 64 വയസ്സായെങ്കിലും. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രിക്ക് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റും. പേടിക്കൊന്നും വേണ്ട, ശ്രദ്ധിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരുടെ കൂടെ ഞാൻ താമസിക്കുന്നത്, അവർക്ക് കുറച്ചുകൂടെ എന്നെ അറിയാം. ജോയിക്കും അറിയാം, ജോയിക്കൊക്കെ അറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി തന്റെ ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ തിരിച്ചറിയുന്നു, ദൈവത്തെ നോക്കിക്കറിയുന്നു. ഈശോ പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം പറയാൻ വേണ്ടി ഞാൻ വന്നു. എന്താണ് ദാരിദ്ര്യം? കൃപയില്ലാത്ത അവസ്ഥ. അവർക്കുള്ള സുവിശേഷം എന്താ? കൃപ തരാം. കള്ളു കുടിക്കാനായിട്ട് കാശില്ല ഒരു ചേട്ടന്റെ കയ്യില്. അയാൾ ഇങ്ങനെ ആ വിഷമിച്ച് നിൽക്കുകയാണ് ബാറിന്റെ പരിസരത്ത്. അപ്പൊ ഒരു കൂട്ടുകാരൻ വന്നിട്ട് വിളിക്കുകയാണ്, വാടാ എന്റെ ഈ കാശുണ്ട്. അതാണ് അയാൾക്കുള്ള സുവിശേഷം. കൃപയില്ലാത്തവന് കിട്ടുന്ന സുവിശേഷം, നിനക്ക് കൃപ തരാം സൗജന്യമായിട്ട്, ഫ്രീ ആയിട്ട്. നിനക്ക് ഫ്രീ ആയിട്ട് തരാം. നീ തിരിച്ചറിവിലേക്ക് വന്നാൽ മതി. നീ തിരിച്ചറിയണം, ആത്മാവിന്റെ ദാരിദ്ര്യം തിരിച്ചറിയണം, കൃപയിലേക്ക് വരണം. കൃപയിലേക്ക് വരണം. ആ കൃപ ദൈവത്തിൽ നിന്നേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അടുത്തതെന്താണ് ഈശോ പറയുക? ദരിദ്രരോട് സുവിശേഷം പറയാൻ വേണ്ടി. ദരിദ്രം എന്ന് പറയുന്ന കൃപയില്ലായ്മയാണ്. അത് ദൈവത്തിന്റെ പക്കലുണ്ട്. ആ കൃപ സൗജന്യമായിട്ട് ദൈവം തരും. അപ്പൊ ഒരു വ്യക്തി കൃപ സ്വീകരിക്കുന്നു. അതാണ് കൃപ സ്വീകരിക്കാനായിട്ട് വ്യക്തി തയ്യാറാണെങ്കിൽ സുവിശേഷം സൗജന്യമായിട്ട് ഞാൻ നിനക്ക് തരുന്നു, ഫ്രീ ആയിട്ട് തരുന്നു. അതാണ് സുവിശേഷം. നല്ല വാർത്ത, നല്ല വാർത്ത. എനിക്ക് ഭക്ഷണം കഴിക്കണം, പൈസ ഇല്ല. അപ്പോ എന്നോട് സിജോ പറയാണ്, ഞാൻ വാങ്ങിച്ചു തരാം. അതാണ് സുവിശേഷം, അല്ലേ? അതാണ് നല്ല വാർത്ത, അല്ലേ? കൃപയില്ലാതെ കഴിയുന്നവനോട് ദൈവം പറയാണ്, ഞാൻ തരാം, സൗജന്യമായിട്ട് തരാം, സൗജന്യമായിട്ട് തരാം. അതാണ് സുവിശേഷം. അപ്പൊ ആ വ്യക്തിക്ക് കൃപ കിട്ടുന്നു. അടുത്തത് എന്താണ് പറയുന്നത്? ഓ മൈ ഗോഡ്. നേരത്തെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അതിന്റെ വ്യാഖ്യാനങ്ങളാണ് ഓരോ വചനങ്ങളും. ഒരു വചനം വ്യാഖ്യാനിക്കുന്നത് ഷെല്ലിയും പല്ലിയും പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ടല്ല, ഗ്രീക്ക് പുരാണം പറഞ്ഞുകൊണ്ടല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലായിട്ട് വ്യാഖ്യാനം കിടക്കുന്നത്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പറയാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അടുത്തത് എന്താണ്? ബന്ധിതർക്ക് മോചനം. എന്താണ് ബന്ധനം? എന്താണ് നിന്റെയും എന്റെയും നമ്മുടെ ബന്ധനം എന്ന് പറയുന്നത്? ഒന്ന് പാപത്തിന്റെ ബന്ധനമാണ്, പാപത്തിന്റെ ബന്ധനം. മറ്റൊന്ന് വെറുപ്പിന്റെ ബന്ധനം. അത് പാപവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു. വെറുപ്പിന്റെ ബന്ധനത്തിലാണ് പലരും. വെറുപ്പ് മൂലം എന്ത് സംഭവിക്കുന്നു? വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യുന്നു. എബ്രായർ 12:14 ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നു. വിദ്വേഷത്തിന്റെ വേര്. വലിയ കൊലപാതക ചിന്ത, കൊല്ലണം എന്നുള്ള ചിന്തയൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ഒരു ചെറിയ നീരസം കിടപ്പുണ്ട്, ഒരു ചെറിയ നീരസം. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ നാത്തൂൻ എന്നെ നോക്കി ചിരിച്ചില്ല. കുഞ്ഞു കാര്യമാണ്. ഞാൻ ഒരുപാട് കാലം കൂടി ചെന്നതാണ് ആങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ ആങ്ങളെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരിച്ചു, പക്ഷെ നാത്തൂർ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കുലുക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി. ഉള്ളിലൊരു സുഖമല്ലാത്ത അനുഭവം തോന്നി. അതിന്റെ പേരാണ് നീരസം, അല്ലേ? അല്ലേ? അതിന്റെ പേര് നീരസം എന്നല്ലേ? ഒന്നും പറഞ്ഞൊന്നുമില്ല. അതിനും പറയുകയാണ് വിദ്വേഷത്തിന്റെ വേരുള്ളിൽ കിടക്കും. കുറെ കാലം കഴിഞ്ഞപ്പോഴ് ഈ നാത്തൂന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു സന്തോഷം. അത് ഞാൻ കണ്ടപ്പോ എന്നെ ആ കിറി വക്രിച്ച് കാണിച്ചുകൊണ്ട് പരിക്കാത്തേക്ക് കീറിപ്പോയതാ. അവർക്കത് വേണം. അതൊന്നുമില്ല, ഉള്ളിൽ ചിന്തിച്ചു. പറഞ്ഞില്ല, ഉള്ളിൽ ചിന്തിച്ചു. എന്താ കാരണം? വിദ്വേഷത്തിന്റെ വേര് കിടപ്പുണ്ട്. അത് ഉപദ്രവം ചെയ്യുമെന്ന്. എന്ത് ഉപദ്രവം? കൃപ നഷ്ടപ്പെടുത്തി കളയും, കൃപയെ നഷ്ടപ്പെടുത്തി കളയും.
ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് ഓട്ടം വീഴിക്കും, നഷ്ടപ്പെട്ടു പോകും, ചോർന്നു പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതല്ല, എന്റെ കണ്ടുപിടുത്തമല്ല, എന്നെ നോക്കി പേടിപ്പിക്കരുത്. ഇത് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് പലർക്കും എനിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹിന്ദുക്കളുടെ പുരാണത്തിനാളെ പറയും സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കാതിരിക്കുന്നത് നന്മയ്ക്ക് അല്ല, സംഭവിച്ചതെല്ലാം നന്മയ്ക്കല്ല. അതൊക്കെ പൊട്ടപ്പുരാണമാണ്. സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കാനിരിക്കുന്നത് നന്മയ്ക്ക്. അല്ലേ? വായിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടായി പറഞ്ഞത്. പാപോഹം പാപ കർമ്മോഹം. പാപത്തിന് കർമ്മഫലം ചെയ്താൽ മതി. കർമ്മഫലമാണ് കുട്ടിയെ അനുഭവിക്കല്ലാണ്ട് എന്താ യോഗം? കർമ്മഫലമാണെന്ന്. എന്ത് കർമ്മഫലം? പാപത്തിന്റെ ശിക്ഷ മനുഷ്യന് സ്വയം ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാമായിരുന്നെങ്കിൽ അങ്ങേരെ പണിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. ഉണ്ടോ? ഉണ്ടോ? അങ്ങേര് കൃഷിക്കാരുടെ കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ കർമ്മഫലം നീ അനുഭവിക്കേണ്ടതല്ല, അത് പിതാവ് തന്റെ പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും യോഗ്യതയാലാണ് നിന്നിലേക്ക് കൃപയൊഴുകുന്നത്. നിന്നിലേക്ക് കൃപയൊഴുകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ വചനത്തിൽ നമ്മൾ കാണുകയാണ് ബന്ധിതർക്ക് മോചനം. എന്തൊക്കെ ബന്ധനത്തിൽ നിന്നാണ് മോചനം കിട്ടുന്നത്? പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, വെറുപ്പിന്റെ ബന്ധനത്തിൽ നിന്ന്. മൂന്നാമത് മറ്റൊരു ബന്ധനത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള മോചനം. പറഞ്ഞായിരുന്നോ? ഓർക്കുന്നില്ല. പറഞ്ഞായിരുന്നോ? നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള മോചനം. ഇന്നെന്താ ദിവസം? ഈ ദിവസത്തിന്റെ പേരെന്താ? ഇന്ന് പള്ളിയിൽ പോയോ? പറയുന്നില്ല. ഇന്ന് പള്ളിയിൽ പോയോ? വൈകുന്നേരം പോവുമോ? പോകാത്തവര് ഇന്ന് പോവുമോ? നാളെ പോവുമോ? സാധ്യത കുറവാണ്. കാരണം എന്താ? ഇന്ന് കടവുണ്ട്, നാളെ കടവില്ല. അപ്പൊ നീ നിയമത്തിന്റെ ബന്ധനത്തിലാണ് കിടക്കുന്നത്. നീ കടം വീട്ടാൻ വേണ്ടിയാ പോകുന്നത്. എന്നാൽ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്നും മോചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ പള്ളിയിൽ പോകുന്നത് കടം വീട്ടാൻ വേണ്ടിയല്ല, ഈശോയുടെ സ്നേഹമുള്ളത് കൊണ്ടാണ്, ഈശോയോട് ബന്ധമുള്ളത് കൊണ്ടാണ്. എനിക്കൊരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ മോശമായ ഒരു ചിന്ത വന്നു, പാപകരമായ ഒരു ചിന്ത വന്നു. ആ ആളെ ചീത്തയായ രീതിയിൽ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം നിയമമുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. നിയമമില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയോട് സഹകരിച്ചെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്തേനെ. നിയമമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. പോലീസ് പിടിക്കുക, ആ വ്യക്തിയും റെഡിയാണ്. അപ്പൊ ഞാനെന്ത് ചെയ്തു? അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാത്തത്? നിയമം എനിക്ക് കാവൽ നിൽക്കുന്നു. കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി ധ്യാനിക്കണം, ചിന്തിക്കണം. നിയമം എനിക്ക് കാവൽ നിൽക്കുന്നു. നിയമം കാരണം എനിക്ക് പലതും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട്. ഞാൻ ചെയ്യാതിരിക്കുന്നത് പലതും, എന്റെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ പലതും നിയമമുള്ളത് കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പൊ ഞാൻ എവിടെയാണ്? നിയമത്തിന്റെ അടിമത്തത്തിലാണ്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞത് നിയമത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ നിയമത്തിന്റെ അധീനതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-14 തിരുവചനം അത് പറയുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 തിരുവചനം. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. കണ്ടോ? നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂങ്ങപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് വേറൊരു തരത്തിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്. നമ്മൾ കുർബാനയുടെ ഇടയിൽ ധ്യാനിക്കുന്നത്. ഉദാശവചനങ്ങൾ പറയുന്നതിന് മുമ്പ് സീറോ മലബാർ കുർബാനയിൽ അത് ചെല്ലുന്നുണ്ട്. അവൻ നിയമത്തിന് അധീനനായി ജനിച്ച് നിയമത്തിന്റെ അധീനതയിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിച്ചു. അപ്പൊ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്നുള്ള മോചനം. ഗലാത്യ ലേഖനം 5-ന്റെ 1 മുതലുള്ള വാക്യവും കൂടെ നോക്കാം.
റെഫറൻസുകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. 5:1 മുതൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. ഈശോ നമുക്ക് സ്വാതന്ത്ര്യം തന്നു, ബന്ധിതർക്ക് മോചനം. എന്ത് സ്വാതന്ത്ര്യം? അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുകയും അടിമത്തത്തിന്റെ നുഖത്തിന് ഇനി നിങ്ങൾ വിധേയരാകും. ഇനി നിങ്ങൾ ഈ നുഖത്തിന്റെ കീഴിൽ നിൽക്കരുത്. മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പഴയ കാലത്തുള്ളവർക്ക് അറിയാം മുഖം. ഇപ്പോഴത്തെ പുതിയ തലമുറ മുഖം എന്നൊക്കെ പറഞ്ഞാല് കലപ്പാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അരി എന്ന് പറയുന്ന സാധനം ഏത് ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്ന മക്കളായിപ്പോ. കാരണം എല്ലാം ഇപ്പൊ ഫാക്ടറിയിലാണ്. ചന്ദ്രനിൽ ഇറക്കുമതി ചെയ്ത സാധനമാണെന്ന് പറഞ്ഞാൽ മതി. പണ്ട് കാലത്തേക്ക് നെല്ല് എന്നതാണ്, വൈക്കോൽ എന്നാണ്, ചാണകം എന്നാണ്, പശു എന്നാണ്, പട്ടി എന്നാണ്, പൂച്ച എന്നാന്നൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് അതൊന്നും, അല്ല ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അറിയുന്നില്ല, അറിയേണ്ട കാര്യമില്ല. ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നത്? നുഖത്തിന്റെ കീഴിൽ. നുഖം എന്ന് പറയുന്നത് കാളയുടെ തോളിൽ വെച്ച് കൊടുക്കുന്ന സാധനം. നുഖം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വാതന്ത്ര്യമില്ല, അത് അടിമത്തത്തിലാണ്, അത് കൺട്രോളിലാണ്. മുഖം വെച്ച് കഴിഞ്ഞാൽ അത് അടിമത്തത്തിലാണ്. അത് കഴിഞ്ഞാൽ തനിക്ക് തോന്നുന്നതോടൊപ്പം പോകാൻ പറ്റില്ല മുഖമുള്ളപ്പം. വചനം പറയാണ്, നിങ്ങൾ അടിമത്തത്തിന്റെ മുഖത്തിന്റെ കീഴിലായേക്ക് പോകരുത്. കാരണം നിങ്ങളെ കർത്താവ് മോചിപ്പിച്ചു, സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിച്ചു. നിങ്ങൾ ഫ്രീ ആവണം. എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് തരേണ്ടത്, അല്ലെ എവിടെയാണ് ഈ സ്വാതന്ത്ര്യം? അതിനോട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വചനവും കൂടി. പൗലോസേ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് ഒന്നിനും പ്രയോജനപ്പെടുകയില്ല. പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനോടും ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, അവൻ നിയമം മുഴുവനും പാലിക്കാൻ കടപ്പെട്ടവനാണ്. കണ്ടോ, ഇത് മനസ്സിലാക്കണം. നീ പരിച്ഛേദന സ്വീകരിക്കുന്നെങ്കിൽ, പരിച്ഛേദന ഒരു നിയമത്തിന്റെ ഭാഗമായുള്ള, ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ബാഹ്യ അടയാളമാണ്. ദൈവം അബ്രാഹവുമായി അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനവുമായി 10 കൽപ്പനകൾ കൊടുത്ത് ഉടമ്പടി ഉറപ്പിച്ചപ്പോൾ അതിന്റെ അടയാളമായി പരിച്ഛേദനം ചെയ്യണം എന്ന് പറഞ്ഞു. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അത് ഇസ്രായേൽ ജനത്തിന് പിന്നീട് പിന്മുറക്കാർക്ക് അത് കിട്ടി. അതായത് പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തിന്റെ അഗ്രചർമ്മം ഛേദിക്കുന്ന പരിപാടി. അതെന്തിനാ അവിടെ കണ്ടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അവയവം. അപ്പൊ തലമുറകളെ ബാധിക്കുന്ന ഒരു നിയമമാണിത്. 10 കൽപ്പനകൾ തലമുറകൾക്കുള്ളതാണ്. അങ്ങനെ തലമുറകൾ പരിച്ഛേദന സ്വീകരിക്കുന്നവരെല്ലാം കൽപ്പനകൾ പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്, നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ നിയമം പാലിച്ചത് കൊണ്ട് ഒരു വ്യക്തി രക്ഷപ്പെടുമായിരുന്നു എങ്കിൽ ക്രിസ്തു കുരിശിൽ മരിക്കണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ക്രിസ്തു നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നീ നിയമം പാലിക്കുന്നത്, നിയമം അനുസരിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത് നിയമമുള്ളത് കൊണ്ടല്ല, ക്രിസ്തുവുമായി ബന്ധമുള്ളത് കൊണ്ടാണ്, സ്നേഹമുള്ളത് കൊണ്ടാണ്, ആത്മാവിന്റെ ബന്ധമുള്ളത് കൊണ്ടാണ് നീ അത് ചെയ്യുന്നത്. അപ്പൊ നീ സ്വതന്ത്രനാണ്. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 2 കൊരിന്ത്യർ 3:17 കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഇന്ന് അനേകം പേര്, പ്രത്യേകിച്ച് അനേകം വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകള് നിയമത്തിന്റെ ബന്ധനത്തിലാണ് കിടക്കുന്നത്. അവര് നിയമമുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് മാംസം ഭക്ഷിക്കണം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന ദിവസത്തിന് ഇന്ന പ്രത്യേകതയുണ്ട്, ഒരു നിയമം വെച്ചിട്ടുണ്ട് അതിനോട് ചേർത്ത്. ഇന്ന് കരിസ്മാറ്റിക്കാർക്ക് ഇന്നതുപോലെയൊക്കെ വേണം, നിയമമുണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം. ഒരുപാട് നിയമങ്ങൾ. ഈ നിയമങ്ങളെല്ലാം കൂടി മനുഷ്യന്റെ ചുമലിലേക്ക് മുഖമാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അടിമയായി, അടിമത്തത്തിലേക്ക് വന്നു. 38 വർഷം തളവാദം ബാധിച്ച് ഒരു മനുഷ്യൻ കുളത്തിനരികിൽ കിടന്നപ്പോൾ അവന് നിയമമില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ച്, 38 വർഷം അവന് നിയമം ബാധകമല്ല. പക്ഷെ അവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ നിയമം വന്നു. ഇന്ന് കിടക്ക ചുമക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? കണ്ടോ, 38 കൊല്ലം അവന് ഈ നിയമം ബാധകമല്ല, അല്ലെങ്കിൽ നിയമം പ്രശ്നമല്ല. കാരണം അവൻ ഏതൊരു കാര്യം നടക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം നിയമം വന്നു, ഇന്ന് കിടക്കാൻ നോക്കാൻ പാടില്ല, കാരണം ഇന്ന് സാപത്താണ്. ഈശോ ഈ നിയമത്തിന്റെ പൊള്ളത്തരം പൊളിച്ചു കാണിച്ചു. ഇതിവിടെയൊക്കെ നടക്കേണ്ട കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്.
ഇത് പല കുടുംബത്തിലും നടക്കണം, ഇടവകളിൽ നടക്കണം, സഭയിൽ നടക്കണം. നിയമത്തിന്റെ പൊള്ളത്തരം പൊളിച്ചു കാണിച്ചു കൊടുത്തു. മനുഷ്യപുത്രൻ ശാപത്തിന്റെയും കർത്താവാണ്. അവൻ അതിന്റെ മേൽ വിജയം വരിച്ചു. നിയമത്തിന്റെ അധീനതയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം മർക്കോസ് എഴുതിയ സുവിശേഷത്തില് തളർവാദ രോഗിയെ കുറിച്ച് പറയുന്ന നോക്കിയ സിജോ. തളർവാദ രോഗിയോട് അവന്റെ കിടക്കി എടുത്തുകൊണ്ട് നടക്കാൻ 2-ാമത്തെ അധ്യായം വായിച്ചേ. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർക്ക് കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. 1000 നമ്മൾ കേട്ടിട്ടുള്ള വചനഭാഗം. അതിനകത്ത് വലിയൊരു ആത്മീയ സത്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു നിധിയിരിപ്പുണ്ട്. അത് കണ്ടെത്തണം. ഒരു വലിയ നിധി അതിനകത്ത് ഇരിപ്പുണ്ട്. അത് കണ്ടുപിടിക്കണം. പറയാൻ മതി കേട്ടോ. വാതിലിടയ്ക്കടിക്ക് അടയ്ക്കുന്നു. ശ്രദ്ധ മാറിപ്പോകും. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇരുന്ന് വചനം കേട്ടോ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. വിശുദ്ധ അംബ്രോസീസ് പറയുന്നത് ഇങ്ങനെയാണ്. വലിയൊരു വിശുദ്ധനാണ്, മൽപ്പാനാണ് വിശുദ്ധ അംബ്രോസീസ്, സഭാപിതാവായ വിശുദ്ധ അംബ്രോസീസ്. അവൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഈശോ 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ അവന്റെ കിടക്കയോടെ താഴേക്ക് ഇറക്കി. വചനം പ്രസംഗിക്കുമ്പോൾ അവനെ താഴേക്ക് ഇറക്കുന്ന, കിടക്കയോടെ താഴെ ഇറക്കുന്ന 4 പേർ, 4 സുവിശേഷങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് വിശുദ്ധ അംബ്രോസീസ് പറയുന്നു. നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന്റെ ആഴങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നുമില്ല. സൂചിപ്പിച്ചു എന്ന് മാത്രം. അവനെ കിടക്കയോടെ താഴേക്ക് ഇറക്കി. അവന്റെ ആത്മീയാവസ്ഥ ഈശോയ്ക്ക് മനസ്സിലായി. അവൻ പാപമുള്ളവനാണ്, പാപത്തിന്റെ ബന്ധനത്തിലാണ് കിടക്കുന്നത്. ഈശോ ചെയ്യുന്നത് നോക്കുക. അവന്റെ ആത്മാവ് പാപം മൂലം മരിച്ച അവസ്ഥയിലാണ്, മൃതിപ്പെട്ട അവസ്ഥയിലാണ്. ഈശോ അവൻ പാപമോചനം കൊടുക്കുമ്പോൾ അവനിലേക്ക് കൃപ വരുന്നു. അപ്പൊ അവന്റെ ആത്മാവ് ജീവനുള്ളതായിട്ട് മാറുന്നു. ലിജോയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അവന്റെ ആത്മാവിന് ജീവൻ കിട്ടി. അടുത്തതായിട്ട് ഈശോ പറയുന്നത് എന്താ നോക്കുക. നീ എഴുന്നേറ്റ് ആത്മാവെ ഉണരുക, നിന്റെ കിടക്ക എടുത്തോണ്ട് നടക്കുക. എന്താണ് നിന്റെ കിടക്ക? അവള് പറഞ്ഞേ, ആത്മാവ് കുടികൊള്ളുന്ന അവന്റെ ശരീരത്തിനാണ് തളർവാദം. നീ എഴുന്നേറ്റ്, നീ ഉണരണം. നിന്റെ കിടക്ക നിന്റെ ശരീരമാണ്.
ഇപ്പോൾ ആത്മാവ് മരിച്ചു കിടക്കുമ്പോൾ ശരീരം തളർന്നു പോയി. നീ എഴുന്നേൽക്കണം. നിന്റെ കിടക്കയെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള കഴിവ് ഉണരുന്ന ആത്മാവിനുണ്ട്. Praise the Lord. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. എല്ലാവർക്കും കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. വചനത്തിന്റെ പൊരുളറിയാനുള്ള ചെവി കർത്താവ് തുറന്നു വന്നിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത്, തന്റെ കിടക്കയും എടുത്ത് തന്റെ ഭവനത്തിലേക്ക് പോയി. ഏതാണ് അവന്റെ ഭവനം? ആത്മാവ് ഉണർന്നു, ശരീരത്തിന് ബലം കിട്ടി. അവൻ എഴുന്നേറ്റ് അവന്റെ ഭവനത്തിലേക്ക് പോയി. ഏതാണ് അവന്റെ ഭവനം? പിതാവിന്റെ ഭവനത്തിലേക്ക് അവൻ യാത്രയായി. നമ്മളെല്ലാവരും യാത്രയിലാണ്. ഈശോ പറഞ്ഞ ഉപമയ്ക്കൊക്കെ ഇങ്ങനെ ഒരുപാട് ഉനിഷ്ഠ അർത്ഥങ്ങൾ കിടപ്പുണ്ട്. എല്ലാവരും മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ല. അങ്ങനെ അറിയാനുള്ള ഒരു ഭാഗ്യം ഹൃദയം കർത്താവ് തുറന്നു തരുന്ന ഒരു ഭാഗ്യം കിട്ടുന്നവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാക്കേണ്ട കാര്യവുമില്ല, മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നിന്റെ ഭവനത്തിലേക്ക് പോവുക. അത് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഈശോ എന്താണ് ചെയ്യുന്നത് നോക്കുക. അവനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പാപം നിയമം മൂലമാണ് ലംഘനമായിട്ട് മാറുന്നത്, അനുഭവമായിട്ട് മാറുന്നത്. കൊല്ലരുത് എന്നൊരു നിയമമില്ല, വ്യഭിചാരം ചെയ്യരുത് എന്നൊരു നിയമമില്ല എങ്കിൽ അത് പാപമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ഇവിടെ റോഡിന്റെ സൈഡില് ഈ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഇടം തേടി പരക്കം പായുന്ന ഞാൻ എല്ലാ ദിവസവും കാണുന്നുണ്ട്. സ്ഥലമൊക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ട്, പക്ഷെ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം നിയമമുണ്ട്, അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഇല്ലെങ്കിലോ കുഴപ്പമില്ലല്ലോ, ഫൈനടയ്ക്കണ്ടല്ലോ. അപ്പൊ നിയമം നൽകപ്പെട്ടപ്പോൾ പലതും പാപമായിട്ട് മാറി, ശിക്ഷയായിട്ട് മാറി. ഈശോ വന്നത് ഇതിൽ നിന്നെല്ലാം നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം തരാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കിയേക്കരുത്. ഞങ്ങൾ അങ്ങനെയും മനസ്സിലാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരുടെ മേത്തോടെ കുതിര കയറിക്കൊള്ളാനാണ് ഈശോ വന്നത് എന്നല്ല, നിന്നെ നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. ഇത് പലർക്കും ദഹിക്കുന്നില്ല. അന്നത്തെ പുരോഹിതന്മാർക്ക് നിയമം ചേർക്കാത്ത ദഹിച്ചില്ല, ഇന്നും പല ആളുകൾക്ക് ദഹിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. ദരിദ്രരോട് സുവിശേഷം പറയാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ. അപ്പൊ എന്തൊക്കെ ബന്ധനമാണ് നിങ്ങൾ പറഞ്ഞേ? എല്ലാവരും പറ. പാപത്തിൽ നിന്ന് ഈശോ എനിക്ക് മോചനം തരും. 2, ശാപത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകും. പിന്നെ നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകും. പിന്നെ വെറുപ്പിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകും. പിന്നെ പാപത്തിന്റെ ശാപത്തിന്റെ ഫലം എന്താണ്? മരണം. മരണത്തിന്റെ പിടിയിൽ നിന്ന് ഈശോ എനിക്ക് മോചനം നൽകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, സ്തുതി. അപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന് ദരിദ്രരോട് സുവിശേഷം, മറ്റൊന്ന് ബന്ധിതർക്ക് മോചനം. അടുത്തെന്താണെന്ന് നോക്കിയേ, അന്ധർക്ക് കാഴ്ച. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ധത എന്ന് പറഞ്ഞാല്? കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയല്ല അന്ധത, അത് അന്ധതയാണ്. പക്ഷെ അതല്ല വിശുദ്ധ ഗ്രന്ഥം ഉദ്ദേശിക്കുന്ന അന്ധത. അന്ധത എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ പരിപാലന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ദൈവത്തെയും ദൈവത്തിന്റെ പരിപാലനയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലരും നിരാശരാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒരുപാട് പരിശ്രമിച്ചു, എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ എത്രയോ നാളായി പ്രാർത്ഥിക്കുന്നു, എന്റെ കല്യാണം നടക്കുന്നില്ല, എനിക്ക് കുഞ്ഞുണ്ടാവുന്നില്ല. എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഇനി എന്നെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടുന്നില്ല. എന്റെ പല കാര്യങ്ങളും, എന്റെ പല പദ്ധതികളും പൂവണിയുന്നില്ല. തന്നെയുമല്ല, ചില ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആദ്യ കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി കുഞ്ഞിതാ വണ്ടി ഇടിച്ച് മരിക്കുന്നു. അതെങ്ങോട്ട് പോയി? അത് സ്വർഗത്തിലെ വീട്ടിലേക്ക് പോയതാ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്ത ഇവിടെ കിടന്ന ആളുകള് അപ്പനും അമ്മയും നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്നു, ഇനി ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് സ്വർഗത്തിലേക്ക് പോയതാ, അതായത് വീട്ടിൽ പോയതാ. മനസ്സിലാവുന്നുണ്ടോ?
അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ദൈവത്തിന്റെ പരിപാലന മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു രോഗം വന്നു, സ്വർഗത്തിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്, നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോവുക. ആ യാത്രയ്ക്കിടെ ക്യാൻസർ വന്നു. ഈ യാത്രയ്ക്ക് തടസ്സമാണോ? പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാണോ ക്യാൻസർ? ആണോ? അതൊക്കെ പറയാം. അല്ല. ഇത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചോണമെന്ന് വല്ലതും ഉണ്ടോ? ഉണ്ടോ? വണ്ടി ഇടിച്ചായിരിക്കും മരിച്ചത്, ആയിക്കോട്ടെ. സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടോ? പക്ഷെ ഭൂമിയിൽ ഇരിക്കുന്നവർക്ക് ആകെ വിഷമാണ്, നെഞ്ചത്തടിച്ച് അയ്യോ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാം പോയേ. യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം ഏറ്റെടുത്തു. ഇതാണ് ദൈവത്തിന്റെ പരിപാലനം മനസ്സിലാക്കാൻ പറ്റുന്ന ആ വ്യക്തിയുടെ അനുഭവം. ദൈവത്തിന്റെ പരിപാലനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ അടയാളം എന്താണ്? എപ്പോഴും ടെൻഷനാണ്. ഇവിടെ ഇരിപ്പുണ്ട് ടെൻഷൻ ജീവികൾ. ഇതാണ് അന്ധത. അന്ധർക്ക് കാഴ്ച തരാൻ വേണ്ടിയാണ് അവൻ വന്നത്. ദൈവത്തിന്റെ പരിപാലനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നിനക്കറിയാമോ? നാളെ ഈ സമയത്ത് നീ ഉണ്ടാകുമോ നിനക്കറിയാമോ? അത് ആർക്കേ അറിയൂ? ദൈവത്തിന്. ആ കാര്യം നീ എന്തിനാ ചിന്തിക്കുന്നത്? നീ എന്തിനാ അതിനെ കുറിച്ച് അസ്വസ്ഥപ്പെടുന്നത്? അപ്പൊ നീ ആരായി? നീ ദൈവമാകാൻ ശ്രമിച്ചു, നീ ദൈവത്തിന്റെ സ്ഥാനത്ത് കയറിയിരുന്നു. ഇതാണ് നിന്റെ പ്രശ്നം. ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് വേണ്ട. നിന്റെ നാളെ ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കാര്യം അല്ല, നിന്റെ കയ്യിൽ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ വ്യഗ്രതപ്പെടുന്നത്. ആ പുഴയെങ്ങാനും പറ്റി, അതായത് ആലുവ പുഴയുടെ തീരത്ത് ഇക്കരെ നിൽക്കുക, പെരിയാറിന്റെ ഇക്കരെ നിൽക്കുക, പുഴ നിറഞ്ഞ് ഒഴുകുന്നു. 1/2 കിലോമീറ്റർ നീളത്തിൽ പുഴ നിറഞ്ഞ് ഒഴുകുന്നു. 1/2 കിലോമീറ്റർ വീതിയിലേ പുഴ നിറഞ്ഞ് ഒഴുകുന്നു. അകലെ ഒരു പട്ടി നിൽപ്പുണ്ട്. പട്ടിയെ പേടിയാ. പുഴയെങ്ങാനും വറ്റി ആ പട്ടിയെങ്ങാനും ഇങ്ങോട്ട് വന്ന് എന്നെ കടിച്ചെങ്കിലോ വഴി വെട്ടാൻ പോവുക. അതിലിരിക്കട്ടെ. ഇതിന്റെ പേരാണ് ദൈവത്തിന്റെ പരിപാലനയിൽ വിശ്വാസം ഇല്ല. ലാസർ മരിച്ചു ഇല്ലേ? ഇല്ലേ? ഈശോ വന്നില്ല. അസുഖമാണെന്ന് അറിഞ്ഞു വന്നില്ല, മരിച്ചു എന്ന് അറിഞ്ഞു വന്നില്ല, ശവടക്കിന് വന്നില്ല. ആ വീട്ടിൽ പോയിട്ട് പിന്നാറുണ്ടായിരുന്നു. അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു സാമാന്യ മര്യാദ പോയില്ല. അവസാനം അടക്കമൊക്കെ കഴിഞ്ഞിട്ട് 4ന്റെ അന്ന് ചെന്നേക്കുക. വല്ല അവിടെ ഉണ്ടോന്നറിയാം. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ചിലയിടത്തേക്ക് 4, 7, 10, 12 അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. 4-ാം ദിവസം ചെന്നേക്കുക. എന്തിനാ? അപ്പൊ അവര് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. അതിന് ഈശോ കൊടുക്കുന്ന മറുപടി, നിങ്ങൾ അവനെ എവിടെ അടക്കിയിരിക്കും, വന്ന് കാണുക. ഇത് പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര സങ്കടം. അവര് കരയുന്നു. കണ്ടപ്പോ അവിടെ കുറെ കരച്ചിലുകാരുണ്ട്, അവരും കരയുന്നു. അങ്ങനെയുണ്ട്. ഈ കരച്ചിലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരാൾ കരയുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർക്കും കരയണമെന്ന് പോകും. ചിരിക്കുമ്പോഴും അങ്ങനെയുണ്ട്. ഒരാൾ ചിരിക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചിരിക്കണം തോന്നും. അപ്പൊ ആ പെണ്ണുങ്ങൾ കരയുന്നു, നാട്ടുകാരും കരയുന്നു. ഇത് കണ്ടപ്പോ ഈശോയും കരയുന്നു. എന്റെ ചോദ്യം, അവരെന്തിനാ കരഞ്ഞത്? ഈശോ എന്തിനാ കരഞ്ഞത്? ഇതാണ് എന്റെ ചോദ്യം. വിശ്വാസം ഇല്ല എന്നുള്ള മനസ്സിലായി. ഈശോ എന്തിനാ വന്നത്? ഉയർപ്പിക്കുക. എന്തിനാ? ലാസറിനെ ഉയർപ്പിക്കുക. അത് അവർക്കറിയാമോ? അറിഞ്ഞായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? കഴിയുമായിരുന്നു. താൻ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. അത് ദൈവത്തെ വേദനിപ്പിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ ദൈവം ഇനി എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇതാണ് ദൈവത്തിന്റെ കരച്ചിലിന്റെ കാരണം. ദൈവം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് മനുഷ്യന്റെ കരച്ചിലിന്റെ കാരണം.
മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ലാസർ മരിച്ചതിനെ കുറിച്ച് അവർ കരയുന്നു. കാരണം അവരെ സംബന്ധിച്ചെല്ലാം ആ ചാപ്റ്റർ ക്ലോസ്. എന്നാൽ ഇനി താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് യേശു കണ്ണീർ പൊഴിച്ചു. ഇത് ലാസറിന്റെ കഥയല്ല. നിങ്ങൾ ലാസറിന്റെ കഥയായിട്ട് കണ്ടേക്കരുത്. ഇത് നിന്റെയും എന്റെയും കഥയാണ്. അന്ധർക്ക് കാഴ്ച, അന്ധത, ദൈവത്തിന്റെ പരിപാലന മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അന്ധത ഇതിന് പാപവുമായിട്ട് ബന്ധമുണ്ട്. അടുത്തത് എന്താണ് ഈശോ പറയുക? അന്ധർക്ക് കാഴ്ച, പിന്നെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. എന്താണ് അടിച്ചമർത്തിയത്? ഒരുപാട് നിഷേധാത്മക വികാരങ്ങൾ നമ്മൾ അടിച്ചമർത്തിയവരാണ്. അപ്പനാണ്. അപ്പം പണ്ട് എനിക്കിത് 2 തന്നപ്പോൾ 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റിയോ? ക്ലാസ്സിലെ ബെഞ്ചിന്റെ മുകളിൽ കയറി നിർത്തിയിട്ട് ടീച്ചർ അടിച്ചു. ചന്തി പൊക്കിയിട്ട് അടിച്ചു. ചന്തിയല്ല, സാരി പൊക്കിയത്. സാരി അല്ലല്ലോ, പാവാട പൊക്കിയിട്ട് അടിച്ചു. ഈ മുറിപ്പാവാട പൊക്കി അടിച്ചു. ടീച്ചർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റിയോ? കെട്ടിയവനിട്ട് 2 കൊടുക്കണമെന്നുണ്ടായിരുന്നു. കൊടുക്കാൻ പറ്റിയോ? കൊടുക്കാൻ പറ്റിയെന്നാ തോന്നല്. കൊടുക്കാൻ പറ്റിയോ? ഇല്ല. മേലുദ്യോഗസ്ഥനുണ്ട് കർണക്കുറ്റിക്കിട്ടൊന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ പോലെ. കൊടുക്കാൻ പറ്റിയോ? സുരേഷ് ഗോപി ആയിരുന്നെ കൊടുത്തേനെ. അത് സിനിമയല്ല. സിനിമയല്ലല്ലോ ജീവിതം. അപ്പൊ പലതും നമ്മൾ അടിച്ചമർത്തി, പലതും കടിച്ചിറക്കി. ദുഃഖം കടിച്ചിറക്കി, വെറുപ്പ് കടിച്ചിറക്കി, പ്രകടിപ്പിച്ചില്ല. അമ്മായിയമ്മയുടെ പോര് കാരണം സഹിക്കാൻ പറ്റാതെ ചട്ടേക്കാൻ നോർക്കൊണ്ട് പോയപ്പോഴാ ദീർഘോലി പാമ്പ് കുളത്തില്. അതുകൊണ്ട് തിരിച്ചു പോകുന്നതാ. ഇന്ന് അമ്മായിയമ്മയാണ് ഈ കക്ഷിയെ. അന്ന് മരിക്കാൻ പറ്റിയില്ല. പോരെടുക്കുവോ? പണ്ട് അമ്മായിയമ്മ പോര് കാരണം ആത്മഹത്യ ചെയ്യാൻ കയറ് കൊടുത്തുകൊണ്ട് പോയി. ഇന്ന് നീ ഒരു അമ്മായിയമ്മയാണ്. ഇന്ന് നീ ഒരു മേലുദ്യോഗസ്ഥനാണ്. ഇന്ന് നീ ആ സ്ഥാനത്തിരിക്കുന്നു. നീ എന്ത് ചെയ്യും? അതേപോലെ ചെയ്യും. കാരണം നിന്നിലുള്ളതേ നിനക്ക് കൊടുക്കാൻ പറ്റും. നിന്നില്ലാത്ത കഴിഞ്ഞാൽ നീ കൊടുക്കുക. നിനക്ക് കിട്ടിയത് സ്നേഹമാണ്, നീ സ്നേഹം കൊടുക്കും. നിനക്ക് കിട്ടിയത് അവഗണനയാണ്, നീ അവഗണനയെ കൊടുക്കുന്നുള്ളൂ. നിന്നെ ആരൊക്കെയോ ദുരുപയോഗം ചെയ്തു. നിനക്ക് അവസരം കിട്ടിയാൽ നീ മറ്റുള്ളവരെ ദുരുപയോഗിക്കും. നിന്നെ ആരും അശുദ്ധിയോടെ ആസക്തിയോടെ സ്പർശിച്ചു, നീ അത് തന്നെ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആന്തരിക സൗഖ്യത്തിന്റെ ഒരു മേഖലയാണ് ഈ കിടക്കുന്നത്. നിനക്ക് സ്നേഹം കിട്ടിയില്ല, നിനക്കും സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല. നിന്നെ ആരും സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചില്ല, നിനക്കും മോളെ എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുന്നില്ല. നീ വിളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറൊരു പേര് കൂട്ടിയാ നീ മോളെ എന്ന് വിളിക്കുക. ഡാഷ് മോളെ. നിനക്ക് കിട്ടാത്തത് നിനക്ക് കൊടുക്കാൻ പറ്റില്ല. യേശു പറഞ്ഞു, ഞാൻ വന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി. അടിച്ചമർത്തിയ, കടിച്ചിറക്കിയ ഒരുപാട് അനുഭവങ്ങളുടെ കലവറയാണ് മനുഷ്യന്റെ മനസ്സ്. 5 ദിവസം ധ്യാനമാണ്. സിജോയൊക്കെ ഞങ്ങള് മുമ്പ് ധ്യാനം നടത്തിയപ്പോ കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പലരും മറ്റെവിടെയൊക്കെ പോയി കൂടിയിട്ടുണ്ടോ? 5 ദിവസം വേണം അടിച്ചമർത്തിയ അനുഭവങ്ങളെ കുറിച്ച് പങ്കുവയ്ക്കണം. 5 മുഴുവൻ ദിവസം അടിച്ചമർത്തിയ അനുഭവം. അത് രോഗിയാക്കി മാറ്റി നിന്നെ. ആ വെറുപ്പ് ഇങ്ങനെ അടിച്ചമർത്തി അടിച്ചമർത്തി കടിച്ചിറക്കി ആ അടിച്ചമർത്തിയ വികാരങ്ങൾ, ആ വികാരത്തോടനുബന്ധിച്ച് ഉത്പാദിപ്പിക്കപ്പെട്ട ഊർജം, വിഷം നിന്റെ ഇമ്മ്യൂണിറ്റി നശിപ്പിച്ച് നിന്നെ രോഗിയാക്കി മാറ്റി. സയൻസ് പഠിപ്പിക്കുന്നു. ശാന്തി ലഭിക്കാത്ത കോപം, കുറ്റബോധം, ആകുലത, ഭയം, നിരാശ മാരകമായ ക്യാൻസർ പോലുമായി മാറും. കണ്ടോ? ശാന്തി ലഭിക്കാത്ത, ഉള്ളിൽ അടക്കിയ വെറുപ്പ്, കോപം, നിരാശ, ഭയം,
കുറ്റബോധം, ആകുലത, ദുഃഖം മാരക രോഗങ്ങളായിട്ട് മാറും. യേശു പറയാ, ഞാൻ വന്നത് ധ്യാനമൊക്കെ കൂടാനായിട്ട് ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ധ്യാനത്തിന്റെ ഒരു 2-ാം ദിവസത്തിൽ കഴിയുമ്പോൾ കുംഭസാരം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് കഴിയുമ്പോൾ പനിക്കലച്ചൻ പറയും, ഇന്നയാളൊക്കെ സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം എന്നാന്നറിയാമോ? നല്ലൊരു കുംഭസാരം നടത്തുന്നതിന് മുന്നോടിയായിട്ട് പലരോടും പാപത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടു, ക്ഷമയെ കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടു, പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു, ക്ഷമിക്കാൻ തീരുമാനമെടുത്തു. അപ്പൊ അടിച്ചമർത്തിയ അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശരീരത്തിൽ സൗഖ്യമായി. അതാണ് ഈ തളർവാദ രോഗികൾ കർത്താവ് പറഞ്ഞത്. ആത്മാവിനോടാ പറഞ്ഞ, നീ എഴുന്നേൽക്ക്, എന്നിട്ട് നിന്റെ കിടക്കെടുക്കുമ്പോൾ നടക്ക്. മനസ്സിലാവുന്നുണ്ടോ? അടിച്ചമർത്തിയാണ് പലതും രോഗമായിട്ട് നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പലരും ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുള്ളവരാണ്. ഏകദേശം 85% രോഗങ്ങളും മനസ്സിന്റെ മുറിവുകളുടെ ഫലമായിട്ടുണ്ടായ രോഗമാണെന്ന് ആധുനിക മനഃശാസ്ത്രം കൃത്യതയോടെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു. പല രോഗങ്ങളും മനസ്സിന്റെ മുറിവിന്റെ ഫലമായിട്ടുണ്ടായതാണ്. മനസ്സിന്റെ മുറിവ് സൗഖ്യപ്പെടുമ്പോൾ പല രോഗവും സുഖപ്പെടും. ചില രോഗങ്ങൾ സുഖപ്പെടുകയില്ല, കാരണം മനസ്സിന്റെ മുറിവുകൾ രോഗമായി മാറി കാലാന്തരത്തിൽ ആ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട രോഗം ആ ശരീരഭാഗത്ത് തന്നെ തളർത്തി കളഞ്ഞു. എന്റെ കൈ ഇങ്ങനെ തളർന്നുപോയി. മനസ്സിന്റെ മുറിവ് ഉണങ്ങിയാലും ചിലപ്പോൾ കൈ നിവരണമെന്നില്ല. ചിലപ്പോ നിവരും. അവിടെ ഒരു പ്രത്യേക സൗഖ്യ പ്രാർത്ഥന അല്ലെങ്കിൽ ചികിത്സ ആവശ്യമായിട്ട് വന്നു എന്ന് വരാം. അതോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം പൂർത്തിയാക്കണം. നമുക്ക് സമയപരിമിതി ഉണ്ട്. എനിക്ക് ഇന്ന് വേറെ ഒരു ശുശ്രൂഷയും കൂടെ ഉണ്ട്. ഇന്ന് 1 മണിക്കൂർ ഞാൻ ഈ കൂട്ടായ്മയിൽ വചനം പറയാമെന്നാണ് സംബന്ധിച്ചത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഇങ്ങനെ ഒരു ശുശ്രൂഷ എടുക്കുകയില്ല. കാരണം വൈകുന്നേരം വലിയൊരു വേറെ ശുശ്രൂഷ ഉണ്ട്. അതുകൊണ്ട് അജ്മാനില് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരാം, ബ്രദറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇന്ന് ഞായറാഴ്ചയല്ലേ, അവധിയുള്ള ദിവസമല്ലേ. താല്പര്യമുള്ളവർക്ക്, വണ്ടിയൊക്കെ ഉള്ളവർക്ക്, മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ട് വരാൻ ഇഷ്ടമുള്ളവർക്ക് വരാം. നമുക്ക് അവിടെ വെച്ച് കുറെ ധ്യാനിക്കാം. ഒരു 2 മണിക്കൂർ സമയം നമുക്ക് അവിടെയും ചിന്തിക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. 7 മുതൽ 8:30 വരെ ഉള്ള, അല്ലെങ്കിൽ ഒരു 9 മണി വരെയുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് വിളിച്ചു പറയുക, ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇന്ന് അവിടെ ഉണ്ട്, സ്ഥലവും മറ്റു കാര്യങ്ങളും സഹോദരനുമായിട്ട് ബന്ധപ്പെടുക, പറഞ്ഞു തരും. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വന്നത് എന്ത് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാ? ദരിദ്രരോട് സുവിശേഷം പറയാൻ വേണ്ടി. പിന്നെന്താ പറഞ്ഞത്? ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ? അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി, അന്ധർക്ക് കാഴ്ച നൽകാൻ വേണ്ടി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തത് നോക്കുക. അന്ധത മാറി, അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് സൗഖ്യം കിട്ടി, ദാരിദ്ര്യം മാറി, കൃപത നിറഞ്ഞു, ബന്ധനം അഴിഞ്ഞു. ഇപ്പോ ഈ വ്യക്തി കൃപയുള്ളയാളാണ്, ബന്ധനങ്ങളില്ല, അന്ധതയില്ല. ഇതിന്റെ പരിപാലനം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ട അനുഭവങ്ങളിൽ നമുക്ക് സൗഖ്യം കിട്ടി, ഉള്ളൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല, പാപാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടി. അങ്ങനെ ഈ വ്യക്തി 1 വർഷക്കാലം ജീവിച്ചു. എങ്ങനെ? കൃപയില്, വെറുപ്പില്ലാതെ, പാപമില്ലാതെ, വരപ്രസാദാവസ്ഥയില്, ബന്ധനങ്ങളില്ലാതെ, നിയമത്തിന്റെ അടിമത്തമില്ലാതെ, സ്നേഹത്തിന്റെ ബന്ധത്തിൽ, ഈശോയുമായുള്ള സ്നേഹത്തിന്റെ, ദൈവവുമായുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ 1 വർഷം ജീവിച്ചു. സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി നിലപാടുകളുള്ളവനായിട്ട് ഈ വ്യക്തി ജീവിച്ചു 1 വർഷം. ആ 1 വർഷത്തിന്റെ പേരാണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം. അങ്ങനെ ഒരു വ്യക്തി 90-ല് അല്ലെങ്കിൽ 95-ല് അല്ലെങ്കിൽ 2000-ല് അല്ലെങ്കിൽ 2020-ല് ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇപ്പൊ എത്ര വർഷമായി? 2024 തീരാൻ പോകുന്നു അല്ലെ? ഇപ്പൊ എത്ര കൊല്ലമായി? 4 വർഷമായിട്ട് ഈ വ്യക്തി കൃപയിലാണ്. കൃപ നഷ്ടപ്പെടാൻ ഇടയായിട്ടില്ല. കൃപ നഷ്ടപ്പെടാതെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്.
ഈ വ്യക്തി ജീവിതത്തില് പല ദുരന്തങ്ങളും കെടുതികളും സങ്കടങ്ങളും ഒക്കെ വന്നപ്പോൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമുണ്ട്. ദൈവത്തിന്റെ പരിപാലനയിൽ ഒരു സംശയമില്ല. ഈ വ്യക്തി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. രോഗം ഉണ്ടാവില്ല എന്നോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നോ ഈ വ്യക്തിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്നും ഇല്ലാന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കൃപയുള്ളത് കൊണ്ട് ഇതൊന്നും ഈ വ്യക്തിയെ തളർത്തുന്നില്ല. ഹല്ലേലൂയ. കർത്താവിന് പ്രിയപ്പെട്ടവനായിട്ട് കർത്താവിന് സ്വീകാര്യമായ രീതിയിൽ 4 വർഷക്കാലം ഈ വ്യക്തി ജീവിച്ചു. എത്ര വർഷം? 4 വർഷം. ഈ വ്യക്തി ജഡപ്രകാരം 1990 ജനിച്ചയാളാണ്. 90 ജനിച്ചു. ഈ വ്യക്തിക്ക് ഇപ്പോൾ ലോകപ്രകാരം എത്ര വയസ്സുണ്ട്? 34 വർഷം, 34 വയസ്സുണ്ട്. എന്നാൽ തമ്പുരാന്റെ കണക്കനുസരിച്ച് ഈ വ്യക്തിക്ക് ഇപ്പൊ എത്ര വർഷം പ്രായമുണ്ട്? 4 വർഷം പ്രായമുണ്ട്. കർത്താവിന് സ്വീകാര്യമായ മത്സരം 4 വർഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സെന്റ് അഗസ്റ്റിൻ 33-ാമത്തെ വയസ്സ് മുതൽ കർത്താവിന് സ്വീകാര്യമായ മത്സരത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പല വിശുദ്ധരും വളരെ ലേറ്റ് ആയിട്ടാണ് ഉണർന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്. വൈകിയാണ് ഞാൻ ഉണർന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ പിന്നിലായിരുന്നു. ആ വചനം ഒന്നോടെ വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രഭാഷകന്റെ പുസ്തകം അതിന്റെ അടുത്ത വചനം വായിക്കണമെങ്കിൽ ചിന്തിക്കണമെങ്കിൽ ഇനിയും വേണം 1 മണിക്കൂർ. അതിലേക്ക് ഇപ്പൊ കടക്കില്ല. ഒരു വചനം പറയണമെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂർ വേണം. ഒറ്റ വചനമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ വചനത്തിലൂടെ തന്നെ കണ്ടെത്തുകയായിരുന്നു. ഓക്കെ, വൺസ് മോർ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ ഒക്കെ പിന്നിലായി പോയി. കാരണം എനിക്ക് മുമ്പിൽ എത്താൻ പറ്റാത്ത, ഞാൻ പുറകിലായി പോയതിന്റെ കാരണം എനിക്ക് മുമ്പേ നല്ല പഴങ്ങളൊക്കെ പറിച്ചുകൊണ്ട് ആരൊക്കെയോ പോയി. എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ല. ജീവിതത്തിന്റെ നല്ലതൊന്നും എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ വളരെ പിന്നിലായിരുന്നു. എനിക്ക് കിട്ടിയതല്ല കുറച്ച് ചതഞ്ഞത്, പൊട്ടിയത്, ആർക്കും വേണ്ടാത്തത്, ഉപേക്ഷിച്ചിട്ട് പോയത്, അതൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അതൊക്കെ കൂടെ ഞാൻ ശേഖരിച്ചു. അടുത്ത വചനം വിശദീകരണം ഇപ്പൊ ഇല്ല, പൂർത്തിയാക്കാം. അങ്ങനെ ഈ ചതഞ്ഞതും പൊട്ടിയതും എല്ലാം പെറുക്കിക്കൂട്ടി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം ഞാൻ മുൻപന്തിയിലെത്തി. എനിക്ക് മുൻപന്തിയിലെത്താൻ പറ്റി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ നല്ലതൊക്കെ ശേഖരിക്കുന്നവനെ പോലെ എനിക്ക് ശേഖരിക്കാനില്ലല്ലോ. ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. ഞാനും ചക്ക് നിറച്ചു. എന്റെ ചക്കിനകത്തുള്ളത് എന്നതാ? ചതഞ്ഞത്, പൊട്ടിയത്, ആർക്കും വേണ്ടാത്ത കുറെ ജീവിതങ്ങൾ, തെരുവോരത്ത് വലിച്ചെറിയപ്പെട്ടവർ, ആർക്കോ ദുരുപയോഗം കഴിഞ്ഞ് ഉപേക്ഷിച്ച് പോയത്, ജയിലിൽ കിടക്കുന്നവർ, ആർക്കും വേണ്ടാത്ത കുറെ ജീവിതങ്ങൾ, സ്നേഹിക്കാൻ ആരുമില്ലാത്ത കുറെ ജീവിതങ്ങൾ, നൊമ്പരം പേർന്ന കുറെ ജീവിതങ്ങൾ, ചതഞ്ഞ ജീവിതങ്ങൾ, ഉൾക്കുത്തേറ്റ മുന്തിരികൾ. മനസ്സിലായോ? ഇത് മുന്തിരിപ്പഴത്തിന്റെ കഥയല്ല. ഇത് മുന്തിരിക്കായുടെ പഴത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. അങ്ങനെ ഞാനും എന്റെ മുന്തിരി ചെത്ത് നിറച്ചു. എനിക്ക് കർത്താവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് മുന്നിലെത്താൻ പറ്റി. അങ്ങനെ മുന്നിലെത്തിയവരാണ് വിശുദ്ധാത്മാക്കളല്ല. അവര് മുന്നിലെത്തിയത് എങ്ങനെയാണ്? അവരുടെ മുന്തിരിച്ചക്ക് നിറയ്ക്കാനായിട്ട് അവർക്ക് നല്ലതൊന്നും കിട്ടിയില്ല. പക്ഷെ ചതഞ്ഞതും പൊട്ടിയതും എല്ലാം പാവപ്പെട്ട ജീവിതങ്ങള്, തകർക്കപ്പെട്ട ജീവിതങ്ങള്, ദുരുപയോഗിക്കപ്പെട്ട ജീവിതങ്ങള്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങള്, അതുങ്ങളെല്ലാം ചേർത്ത് അതുങ്ങളെല്ലാം നേടിയെടുത്തു. മദർ തെരേസ ചെയ്തത് അതാണ്. ആർക്കും വേണ്ടാത്ത ജീവിതങ്ങള്. ഞാനെനിക്ക് ആന്ധ്രയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആന്ധ്രയില് വിജയവാഡയ്ക്കടുത്ത് നമുക്കൊരു ധ്യാന കേന്ദ്രമുണ്ട്, മിഷൻ സഭയുടെ. അപ്പൊ ഞാനവിടെ ആന്ധ്ര സ്റ്റേറ്റിലെ മിഷണറിമാർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് അധികവും. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ധ്യാനം മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. അത് ബഹുമാനപ്പെട്ട ജോൺ കണിച്ചേരി അച്ഛൻ, ഇപ്പൊ ഇംഗ്ലീഷ് സെക്ഷന്റെ ഡിവൈന്റെ ഇംഗ്ലീഷ് സെക്ഷന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, പണ്ട് ആ ധ്യാന കേന്ദ്രത്തിന് ഡയറക്ടറായിരുന്നു അച്ഛൻ. കോട്ടയം ആശ്രമത്തിലെ ഡയറക്ടറായിരുന്നു. പല നിലയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹമാണുള്ളത് ഡിവൈൻ സെക്ഷനില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇംഗ്ലീഷ് സെക്ഷനിൽ ജോലി ചെയ്യുന്നു. അതായത് നമ്മുടെ വല്ലൂരാനച്ചന്റെ താഴെ അവിടെ ഒരുമിച്ചാണ് ആ ശുശ്രൂഷകൾ ഇപ്പൊ കൊണ്ടുപോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ട്. അന്ന് അദ്ദേഹം അവിടെയായിരുന്നു. അപ്പൊ ഈ
ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത് അച്ഛൻ ആ നാട്ടിലെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ 5 ദിവസം താമസിച്ചുള്ള ധ്യാനം ഞങ്ങൾ നടത്തി. അതിനകത്ത് പങ്കെടുത്ത ഒരു സിസ്റ്റർ ഞാൻ അവിടെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറിന് ഞങ്ങൾക്ക് ഒരു സ്ഥാപനം ഉണ്ട്, അവിടെ ഒന്ന് വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞ അച്ഛനോട് ചോദിക്കും. കാരണം ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്ന അച്ഛൻ എന്നെ വിളിച്ചിട്ടാണ് ഇവിടുത്തെ എന്റെ പ്രോഗ്രാമുകളെല്ലാം ക്രമീകരിക്കുന്നത്. എന്റെ ഷെഡ്യൂളെല്ലാം അച്ഛൻ പറയുന്നതനുസരിച്ചാണ്. അവർ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജോർജ് ബ്രദറിനെ പോകാൻ പറ്റുമെങ്കിൽ പോയിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് സിസ്റ്റർ? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ മിനിസ്ട്രി, ആ സിസ്റ്റേഴ്സ് നടത്തുന്ന ശുശ്രൂഷ തെരുവോരങ്ങളിൽ പാപജീവിതം നയിച്ച് സ്വന്തം മാംസം വെച്ച് ജീവിക്കുന്ന, സർക്കാർ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ പലതിനും അപ്പനും അമ്മയൊന്നും ഉള്ളതല്ല, തെരുവിലെത്തി തിരിച്ചറിവ് പോലും ഇല്ലാത്ത കുഞ്ഞു പ്രായത്തിൽ തന്നെ പലരാലും ദുരുപയോഗിക്കപ്പെട്ട് പിന്നെ അവര് ജീവിക്കാനായിട്ട് അതൊരു തൊഴിലായി ചെയ്ത് അങ്ങനെ ചീത്തയായിട്ട് ജീവിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾ, കുറെ മക്കള്. അത് പ്രായപൂർത്തിയാവാത്തവരാണ് അധികവും. അവരെ പോലീസ് പിടിച്ച് ഇവര് നടത്തുന്ന സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞ് 10-36 പേരുണ്ട്, ഇത്രയും പേരുണ്ട്. അവർക്കാർക്കും യേശു എന്നൊരു നാമത്തെ കുറിച്ച് പോലും അവർ കേട്ടിട്ടില്ല. അവർക്കാർക്ക് ഇപ്പൊ ഒരു മാനസാന്തര ആവശ്യമുണ്ട് എന്നും തോന്നുന്നില്ല. കാരണം അവർക്കിപ്പോ ആ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ശരീരം വിൽക്കുന്നു, പൈസ കിട്ടുന്നു, അവരതുകൊണ്ട് സിനിമകൾ കാണുന്നു, ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നു, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ സുഖമാണ്, അവരെ സംബന്ധിച്ച് അടിപൊളിയാണ് ആ ജീവിതം. അതിന്റെ മറ്റ് കെടുതികളിലേക്കൊന്നും അതുങ്ങളിപ്പോ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഗൗരവമായ രോഗമൊന്നും പലർക്കൊന്നും ഇല്ല. 1-2 പേരുണ്ട് രോഗമുള്ളവര്, എയ്ഡ്സ് പോലുള്ള രോഗമൊക്കെ ഉള്ളവരുണ്ട്. ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരോട് സുവിശേഷം പറയാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ, ഞാനിപ്പോ അവിടെ വന്നാൽ എനിക്ക് അവരുടെ ഭാഷ അറിയില്ലല്ലോ. ഞാൻ അവർ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്റർ എന്നെ സഹായിക്കാമോ? എങ്ങനെ? ഞാൻ പറയുന്നത് അവരുടെ ഭാഷയില്, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയില്, ആന്ധ്രയില് സംസാരിക്കുന്ന തെലുങ്ക് ഭാഷ, ആ തെലുങ്ക് ഭാഷയില് സിസ്റ്റർ നന്നായിട്ട് തെലുങ്ക് അറിയാം. സിസ്റ്റർ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ സിസ്റ്ററിനോട് പറഞ്ഞു, അതൊന്നും വേണമെന്നില്ല, ഒന്ന് വന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല, അവരോട് സുവിശേഷം പറയണം. അപ്പൊ ആ സിസ്റ്ററിനോട് പറഞ്ഞു, അവര് അങ്ങനെ ഇരുന്ന് തരില്ല, അങ്ങനെ നമുക്ക് നിർബന്ധിച്ച് അവർ ഇരുത്താനും പറ്റില്ല. കാരണം ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് ഒരു മതത്തെക്കുറിച്ചും ശക്തമായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് ഇവർ നടത്തുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി, സുരക്ഷിതത്വം ഉണ്ട് എന്നതുകൊണ്ട് അവിടെ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അവരെ കൊണ്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ പ്രാർത്ഥിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ ഏത് മതത്തെക്കുറിച്ചും പറയാം, ഏത് മതത്തിലും വിശ്വസിക്കാം. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, കുർബാനയ്ക്ക് വരണം, അങ്ങനെയൊന്നും നിർബന്ധം ചെലുത്താനായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ല, ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററിന് ഇത്രയും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാമോ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കാമോ? എനിക്ക് കുറച്ച് സമയം തരാമോ? അപ്പൊ ആ സിസ്റ്ററിനോട് പറഞ്ഞു, അവരങ്ങനെ ഇരുന്ന് തരുമെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് ശ്രമിക്കാം. ഞാന് സിസ്റ്ററിന് ഡേറ്റ് കൊടുത്തു. അതിന്റെ തലേ ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ചു. അതിന്റെ മുമ്പിൽ, വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ആ ദിവസം മുഴുവൻ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, തമ്പുരാനെ, നിനക്ക് വലിയ വിലയുള്ളവരാണ് ആ കുഞ്ഞുങ്ങൾ. ഇവിടുത്തെ ഏറ്റവും വലിയ വിലയുള്ള ഒരു നോട്ടായിരിക്കും 1000-ന്റെ, അല്ലേ? 1000 ആണോ 500 ആണോ? 1000 ആണ്. 1000 അല്ലേ? 1000 എന്ന് പറഞ്ഞാൽ 10-24,000 23,000 രൂപ വിലയുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ 23,000 രൂപയോളം വിലയുണ്ട് ഒരു കെട്ട് നോട്ട്. ഒരു നോട്ടിന് 23,000 ഇന്ത്യൻ കറൻസിയുടെ വിലയുണ്ട്. അത്രയും വിലയുള്ള ഒരു കെട്ട് നോട്ട്, 100 നോട്ട്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ളതാണ്. അതിൽ നിന്ന് ഈ നോട്ട് കെട്ട്, പുത്തൻ നോട്ട് കെട്ട് ഇവിടുത്തെ ബാങ്ക് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങൾ അത് എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു നോട്ട് കെട്ട് നിങ്ങളുടെ കക്കൂസിലേക്ക് ചാടിപ്പോയി, അല്ലെങ്കിൽ ഓടഞ്ചകത്തേക്ക് ചാടിപ്പോയി. അത് പോട്ടെ എന്ന് നിങ്ങൾ കരുതുവോ? ഇല്ല. വൃത്തികെട്ട അഴുകിലേക്കാ പോയത്, അത് പോകട്ടെ എന്ന് നിങ്ങൾ കരുതുവോ? ഇല്ല. കാരണം അത് വിലയുള്ളതാണ്, അത് വിലയുള്ളതാണ്, വലിയ വിലയുള്ളതായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അഴുക്ക് നോക്കാതെ അത് നിങ്ങൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് കഴുകി വൃത്തിയാക്കും. അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാല് ആ നോട്ടിനും ഈ പടയ്ക്കുന്ന നോട്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടോ? വിലയില് ഉണ്ടോ? അങ്ങനെയെങ്കിൽ വചനം പ്രസംഗിക്കുന്ന ഞാനും
റോമിലെ മാർപ്പാപ്പായും ഈ തെരുവിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് ഒരുപോലെ വിലയുള്ളവരാണ്. പറഞ്ഞുകൊണ്ട് ഞാൻ അവരോട് സുവിശേഷം പറയാൻ തുടങ്ങി. ഇതാണ് എന്റെ ആദ്യത്തെ ടോക്ക് കുഞ്ഞുങ്ങളോട്. ക്രിസ്തു പറഞ്ഞ മാക്സിമം നമുക്ക് 1 മണിക്കൂറൊക്കെ നോക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർ മിക്കവാറും എഴുന്നേറ്റ് പോകും. ഞാൻ പറഞ്ഞ എഴുന്നേറ്റ് പോകുന്നില്ല സിസ്റ്ററെ. അല്ല, മുമ്പ് പലരെ കൊണ്ടും ജയിച്ചിട്ടുണ്ട്, അവർ ഇരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു മുമ്പ് ചെയ്തവർ ചെയ്തതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കാൻ നോക്കുന്നത് നമുക്ക് നോക്കാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആദ്യത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് നിർത്തണ്ടേ? പിള്ളേര് പറഞ്ഞു വേണ്ട. കാരണം അവരുടെ ജീവിതത്തെ കുറിച്ച്, അവരെ സ്പർശിക്കുന്ന രീതി, തൊട്ടുണർത്തുന്ന രീതിയിൽ ഈശോയുടെ കാര്യങ്ങള്, അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം, അവരെ മനസ്സിലാക്കുന്ന, അവരെ തള്ളിക്കളയാത്ത, അവർ വിലയുള്ളവരാണ് എന്ന് കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കേട്ടപ്പോൾ ആരും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ അഴുകിനകത്ത് വീണ് നോട്ട് കെട്ട് പോലെ നിങ്ങളും വിലയുള്ളവർ തന്നെയാണ്. കഴുകി തുടച്ചെടുത്ത് കഴിഞ്ഞാല് ഈ സിസ്റ്ററിനെ പോലെ, എന്നെ പോലെ, ഇവിടുത്തെ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പോലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പോലെ വിലയുള്ളവർ തന്നെയാണ് നിങ്ങൾ വിലയില്ലാത്തവരല്ല. ആദ്യത്തെ 1.5 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഇവർക്ക് എല്ലാവർക്കും ചായ കൊടുക്കുക സിസ്റ്റർ, എന്തെങ്കിലും കഴിക്കാനായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വണ്ടി കൊടുക്കുക. വീണ്ടും ഞങ്ങൾ ഇരുന്നു. അവസാനം പിള്ളേർ തന്നെ ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഇനി ഇത് കേൾക്കണം. അങ്ങനെ ഞങ്ങള് ഒരു ധ്യാനം ആരംഭിച്ചു. എന്നെ സഹായിക്കാനായിട്ട് ഒരു സിസ്റ്റർ കൂടി കടന്നു വന്നു. അവർ രണ്ടുപേരും കൂടി മാറി മാറി എന്നെ സഹായിച്ചു. ഞാൻ അവരെ എല്ലാവരെയും, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തിയപ്പോൾ അവർക്ക് വേണ്ടി കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർ പറയുമ്പോൾ അത് പറഞ്ഞു തരാൻ വേണ്ടി ഇച്ചിരി പ്രായമുള്ള ഒരു സിസ്റ്റർ അതും വന്നു, അതും സഹായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 ദിവസം ആ കുഞ്ഞുങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ എവിടെയെല്ലാം എത്രയോ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എന്റെ ഉള്ളിൽ തട്ടിയ ഒരു ശുശ്രൂഷയാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, കർത്താവിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക. അങ്ങനെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ നല്ലതൊന്നും കിട്ടാത്ത ഞാന് ചതഞ്ഞതും പൊട്ടിയതും എല്ലാം പൊട്ടിയിട്ടു. ഞാനും എന്റെ മുന്തിരിച്ചെന്ന് നടച്ചു. എനിക്ക് കുറെ ആത്മാക്കളെ നേടാൻ പറ്റി, എനിക്ക് മുന്നിലെത്താൻ പറ്റി. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 33-ാം എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിച്ച സത്യങ്ങളെ, സത്യവചനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതിലുപരിയായിട്ട് നമ്മുടെ പലരുടെയും ജീവിതത്തെ കുറിച്ച് തന്നെയാണ് തമ്പുരാൻ പറയുന്നത്. നീ ഒറ്റപ്പെട്ടവനായിരിക്കാം, നീ ചതഞ്ഞറിഞ്ഞവനായിരിക്കാം, നീ പാപത്തിന്റെ ബന്ധനത്തിൽ, നിയമത്തിന്റെ ബന്ധനത്തിൽ അടിച്ചമർത്തപ്പെട്ടവൻ, അന്ധത ബാധിച്ചവൻ, ദൈവപരിപാലനം മനസ്സിലാക്കാൻ പറ്റാത്ത അന്ധത ബാധിച്ചവൻ, ഏതൊക്കെയോ മുറിപ്പാടുകൾ നിന്നിലുണ്ട്. ഇപ്പോഴും ചോരയൊലിക്കുന്നു, ചതഞ്ഞൊലിക്കുന്ന, പഴുത്ത് വ്രണമായി മാറിയ ഒരുപാട് മുറിവുകൾ, ആരൊക്കെയോ ദുരുപയോഗം ചെയ്തതിന്റെ, ആരൊക്കെയോ ജീവിതം പിച്ചു ചെയ്തതിന്റെ, ആരൊക്കെയോ എടുത്ത് ഉപയോഗിച്ച് അവസാനം അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞ് വിലയില്ലാതായി പോയല്ലോ എന്റെ ജീവിതം, ആർക്കും വേണ്ടാതായി പോയല്ലോ എന്റെ ജീവിതം എന്ന് തോന്നിപ്പോയിട്ടുള്ള അനുഭവങ്ങൾ. കർത്താവിന് നിന്നെ വേണം, അവൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം അവൻ തന്റെ ചങ്കിലെ ചോര തന്നുകൊണ്ടാണ് നിന്നെ വിലയുള്ളവളാക്കി മാറ്റുന്നത്. ആ അഴുക്കിനകത്തുനിന്ന് അവൻ നിന്നെ കയ്യിലെടുക്കുന്നത് തന്റെ ചങ്കിലെ ചോര കൊണ്ട് കഴുകാൻ വേണ്ടിയാണ്. തന്റെ ആത്മാവ് കൊണ്ട് നിറച്ച് അമൂല്യനായിട്ട്, വിലമതിക്കാൻ പറ്റാത്തവൻ, അമൂല്യൻ, വിലമതിക്കാനാവാത്തവൻ. യു ആർ പ്രീഷ്യസ്, നീ അമൂല്യനാണ്, നീ വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. അല്ല, വില മതിക്കാനാവാത്തത്രയും മൂല്യം നിനക്കുണ്ട്. കുരിശിൽ കിടക്കുന്ന കള്ളനോട്, തന്നോട് ചേരാൻ തയ്യാറായവനോട് ഈശോ പറഞ്ഞില്ലേ, നീ ഇന്ന് എന്നോടൊപ്പം ഈശോയോളം ദൈവപുത്രനോളം വിലയുള്ളവനാണ്. എന്നോടൊപ്പം പരദീസായി, ദൈവത്തോടൊപ്പം അത്രമാത്രം വിലയുള്ളവരായിട്ട് നമ്മളെ കാണുന്ന ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ?
ഒരിക്കലും ഇല്ല. ഈ ലോകത്തിൽ എന്റെ അപ്പനോ എന്റെ അമ്മയോ എനിക്ക് ജന്മം തന്നവരാണ്. അവർക്കാർക്കും ഇത്രയും വിലയുള്ളവരായിട്ട് എന്നെ കാണാൻ പറ്റില്ല. എന്റെ ഭർത്താവിനോ എന്റെ ഭാര്യയ്ക്കോ എന്റെ മക്കൾക്കോ എന്റെ അപ്പനോ അമ്മയ്ക്കോ ആർക്കും ഇത്രമാത്രം എന്നെ വിലയുള്ളവനായിട്ട് കാണാൻ പറ്റില്ല. എന്റെ ദൈവത്തിന് മാത്രമേ എന്നെ എത്രയും വിലയുള്ളവനായിട്ട് കാണാൻ പറ്റൂ. കാരണം എന്റെ ദൈവം മാത്രമേ എന്നെ ഇതുപോലെ സ്നേഹിക്കുന്നുള്ളൂ. എത്രയധികമായിട്ട് എന്നെ സ്നേഹിച്ചത്, എത്രയോ അധികമായിട്ട് എന്നെ സ്നേഹിച്ചെന്റെ കണ്ടത്. ദൈവമേ, ഈ സ്നേഹത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾ പറയുകയാണ് അവരുടേതായ ഭാഷയിൽ, ഇത്രയും സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞങ്ങൾ പാപം ചെയ്യും, ഇനി ഞങ്ങൾ തെരുവിലെ പഴയ ജീവിതത്തിലേക്ക് പോകില്ല. സിസ്റ്ററിനോട് പറഞ്ഞു, ഇപ്പൊ ഈ വാതിലൊന്ന് തുറന്നു കൊടുത്താൽ ഇതുങ്ങൾ ഓടി രക്ഷപ്പെടും, പോലീസ് പിടിച്ചുകൊണ്ട് വന്നവരാ. അവർ പറയാ, ഇല്ല, ഞങ്ങൾ പോവില്ല, ഞങ്ങൾക്ക് ഇനി പാപത്തിന്റെ സന്തോഷം വേണം. ദൈവത്തെ കിട്ടിയവന് ഈ ലോകം തരുന്ന മിന്നി മറിഞ്ഞു പോകുന്ന പാപസന്തോഷം എന്തിനാ അതിന് പുറകെ അവന് പോകാൻ പറ്റും? ദൈവത്തിന്റെ പരിപാലനം മനസ്സിലായവർക്ക്, അന്ധത മാറി ദൈവത്തെ കാണാൻ പറ്റുന്ന അനുഭവത്തിലേക്ക് വന്നവർക്ക്, അവർക്ക് എങ്ങനെയാ ഈ സന്തോഷത്തെ തിരിച്ചറിഞ്ഞവർക്ക് എങ്ങനെയാ മറ്റു സന്തോഷങ്ങളെ അന്വേഷിച്ചിന് പോകാൻ പറ്റും? ഒരിക്കലും സാധിക്കും. കർത്താവിന് സ്വീകാര്യമായ പരിസരത്തിലേക്ക് നീ ഞാനും കടന്നു വരട്ടെ, നമ്മുടെ ജീവിതങ്ങൾ കടന്നു വരട്ടെ. ഓ ദൈവമേ, അതിനുള്ള വലിയ അനുഗ്രഹമാണല്ലോ ഈ മധ്യാഹ്നത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വചന ശുശ്രൂഷ വഴി ഒരുക്കി വെച്ചത്. നന്ദി പറയുന്ന കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തിക്കുക. ഹൃദയം നൊന്ത് തമ്പുരാന്റെ പക്കലേക്ക് ജീവിതം ഉയർത്തിക്കൊണ്ടെന്ന് സ്തുതിച്ച് തമ്പുരാനെ പിടിച്ചു നിൽക്കാമോ? ഇത്രയഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ നീയാരും. ഇത്രയഗാധമായി സ്നേഹിച്ചതില്ല യേശുവേ നീയല്ലാതാരും. ഒന്ന് പാടി നോക്കിക്കേ. ജീവിതാന്ത്യം വരെ ദുഃഖമകറ്റിടുവാൻ മതിയല്ലോ നിന്നോർമ്മ ഒന്നു മാത്രം, മതിയല്ലോ നിന്നോർമ്മ ഒന്നു മാത്രം. ജീവിതാന്ത്യം വരെ ദുഃഖമകറ്റിടുവാൻ പഠികെ. വാ തുറന്ന് പാടിക്കേ. മുഴുവൻ തട്ടി പാടിക്കേ. മതിയല്ലോ നിൻ സ്നേഹം ഒന്നു മാത്രം, മതിയല്ലോ നിന്നോർമ്മ ഒന്നു മാത്രം. കേട്ട് പാടിക്ക്. മതിയല്ലോ നിന്നോർമ്മ ഒന്നു മാത്രം,
അങ്ങനെയല്ല തെറ്റിപ്പോകുന്നു എന്ന് കേട്ടിട്ട് ഞാൻ പാടി കഴിഞ്ഞിട്ടേ പാടാവുള്ളൂ. 2 ലൈനുണ്ട്. മതിയല്ലോ നിൻ സ്നേഹം ഒന്നു മാത്രം, മതിയല്ലോ നിൻ സ്നേഹം ഒന്നു മാത്രം, മതിയല്ലോ നിൻ സ്നേഹം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മള് ഈ കൂട്ടായ്മയിൽ ഇവരുടെ കൂടെ വരുന്നുണ്ടോ? ഒരു പ്രാവശ്യം കൂടി വരുന്നുണ്ട്. അന്നേരം നിങ്ങൾ വരുമോ? ഓരോരുത്തരെയും കൂടെ എങ്കിലും കൂട്ടിക്കൊണ്ട് വരിക. ഒരാളെ കൂടെ എങ്കിലും കൂട്ടിക്കൊണ്ട് വരിക. ഒരു പുതിയ കാര്യം, ഒരു പുതിയ സന്ദേശം നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈശോ പറഞ്ഞ എങ്ങനെയാണ്? ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാനാ പറഞ്ഞത്, പഴയതല്ല. ഒരു പുതിയത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഭക്ഷ്യയോഗ്യമായ രീതിയിൽ അവർ കൊണ്ടുവന്നത് ചുട്ട് കർത്താവ് അവർക്ക് കൊടുക്കുക. നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ഇപ്പോൾ പിടിച്ച മത്സ്യം.